ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാല 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 ലാല. പാട്ട് മനസ്സിലായില്ലേ? കുഞ്ചാക്കോപ്പൻ ഡാൻസ് ചെയ്ത പാട്ട് ഇത് തന്നെയാണ്. അപ്പോൾ രേഖാചിത്രം കണ്ട് റൂമിലെത്തിയിരിക്കുകയാണ്. കൊച്ചിനിലുള്ളത് PVR ലുലു എന്നാണ് നമ്മൾ പടം കാണുന്നത്. ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. പസീഫ് അലിയുടെ അടുത്തൊരു ഹിറ്റ് കിഷ്കിന്താകാന്ഡത്തിന് ശേഷം ആൾ ചെയ്യുന്നൊരു പടം, ആൾ സെലക്ട് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റൊക്കെ നമ്മളിങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റ് പുറത്ത് കാത്തിരുന്ന പടമാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ എഴുതി വെച്ചിരുന്നതാണ് FDFs കാണണമെന്ന്. പക്ഷേ നല്ല തിരക്കുള്ള ദിവസമായിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ജോഫിൻ ടി ചാക്കോ അഗെയിൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പ്രീസ്റ്റ് എന്നൊരു പടം നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. കുറേ ഡിഫറെൻ്റ് അഭിപ്രായങ്ങളൊക്കെ പടത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് കുറേ ഒരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയൊരു പടമായിരുന്നു. ഞാൻ തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടൊരു പടം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം വരുന്നൊരു പടമാണ് ആദ്യം തന്നെ അസീഫ് പുള്ളി അഭിനയം. പക്ഷെ പോലീസ് വേഷം ഇയാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാനുള്ള മേത്ത് പോലീസ് വേഷം കയറിക്കഴിഞ്ഞാൽ ഇയാൾ സെറ്റാണ്. ഇതിൽ ഓരോ ഇമോഷൻ സീനുകളിലൊക്കെ ആൾ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. പിന്നെ ഫൈറ്റ് കലിപ്പനാണെങ്കിൽ കലിപ്പ് മൂടുള്ള നല്ല രണ്ട് ഇടിയുണ്ട്. അപ്പോൾ അനശ്വരരാജ് നിങ്ങളൊക്കെ ഭയങ്കര സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടോ. മനോജ് കേജനെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു റോളിൽ കണ്ട്, വളരെ സീരിയസ് റോളിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അശോകൻ ഹരിശ്രേഷൻ കുറച്ച് സമയമുള്ളൂ, സൂപ്പർ. സിദ്ദിഖിക്ക കുറച്ച് സമയമുള്ളൂ, സൂപ്പർ. ഇന്ദ്രൻസ് നല്ല അടിപൊളി റോളാണ്, കുറച്ച് സമയമുള്ളൂ പക്ഷെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ഒരു ആക്ടർ റോൾ തന്നെയാണ് ഈ പടത്തിൽ വരുന്നത്. നിഷാദ് സാഗർ പടത്തിൻ്റെ ഫുൾ ടൈമും പസിഫിക്കോടൊപ്പം പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. ബാമ അരുൺ അടിപൊളിയാണ്. മേഘ തോമസ് അടിപൊളി. സെറിൻ ഷിഹാബ് ആട്ടം കണ്ടിട്ട് ഞാൻ നിങ്ങളായിട്ട് ആരാധിച്ച് മനസ്സിൽ വെച്ചതാണ്. ഇതിൽ കിടുവാണ്. നന്ദു കുറച്ച് സമയമുള്ളൂ. ഉണ്ണിലാലു കുറേ കാസ്റ്റിംഗ് ഉണ്ട് കേട്ടാ. ഷഹീൻ സിദ്ദിഖ്, TG രവി, ശ്രീജിത്ത് രവി കുറച്ച് സമയമുള്ളൂ പക്ഷെ നൈസാണ്. സുധി ഗോപ്പ, ശ്രീകാന്ത് മുരളി കിഡുവാണ്. വിജയ് മേനോൻ നൈസ്. ഇതിലെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കുറച്ച് സമയമൊക്കെ സ്ക്രീനിൽ വന്നുകൊണ്ടല്ല അടിപൊളി പെർഫോമൻസാണ്. അസീഫിക്ക അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് കണ്ട പോലീസ് തലവന് ശേഷം വീണ്ടും SH ആയിട്ട് വന്നിട്ട് തകർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വരരാജൻ എല്ലാവരും കേട്ടോ, നമ്മൾ ഓരോരുത്തർ പറയുന്നില്ല, ഇവർ രണ്ടുപേരും പൊരിച്ചടക്കിയുണ്ട്. പിന്നെ നമ്മുടെ കുട്ടി സെറിൻ ഷിഹാബ്, പിന്നെ ഓൾറൗണ്ട് എല്ലാവർക്കും അവരുടെ റോൾ ഒരു ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. റൈറ്റേഴ്സ് ജോഫിൻ ടി ചാക്കോ, ജോൺ ട്രിക്കൽ ആൻഡ് അതേഴ്സ്. ജോഫിൻ ടച്ചൊക്കെ തന്നെ ഇതിൽ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ചേട്ടനാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ BGM ഒക്കെ വേറെ ലെവലാണ്. അതിൽ ആർട്ട് വർക്ക് കാലഘട്ടം കൊണ്ട് 1985 കഥ നടക്കുന്നത്. ഒറിജിനൽ മ്യൂസിക് ബൈ മുജീബ് മജീദ് ഏട്ടൻ, ഒരു രക്ഷയില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈൻ ബൈ സമീറ സനി. എല്ലാവരും ടെക്നിക്കലി എടുത്തു പറയുന്ന എല്ലാ മേഖലയിലും പോകണം. BFS, മേക്കപ്പ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ നൈസാണ്. അപ്പോൾ പടം എന്ന് വെച്ചിട്ട് കാതോട് എന്ന പടം നമ്മൾ മലയാളികൾ കാണാത്ത എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ പടത്തിലൊരു സിറ്റുവേഷൻ സീനുണ്ട്. ഈ പാട്ട് ദേവദൂത പാടി ആ പാട്ടിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നൊരു സിനിമാമോഹിയായ അത് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടി, അതാണ് നമ്മുടെ കുട്ടി. അതായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുകയാണ്. അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ. അത് 1985 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ 2025 കാലഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ വന്നതിന് ഉണ്ടായിരിക്കും. ഈ രേഖ എന്ന് പറഞ്ഞ കുട്ടി തന്നെ അതിലെത്തിപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് രസമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പടം ഇങ്ങനെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പോകുകൊണ്ടിരിക്കും. ഇൻ്റർവെല്ലിന് ശേഷം ഒരു നല്ലൊരു സസ്പെൻസൊക്കെ എടുത്ത് അവിടെ നിർത്തി പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കണക്ഷൻ കിട്ടി അങ്ങ് എത്തിച്ചിട്ട് രസമാക്കി ചെയ്തിട്ടുണ്ട്. ഈ കണക്ഷൻ കിട്ടുന്നതിൽ കുറച്ച് അത്രയധികം ഒരു ചെറിയ ലാഗ് എന്ന് പറയാന്നുള്ളൂ കേട്ടോ. ഇതൊന്നും ഈ പടാസ്വാദനത്തിൻ്റെ വിഷയമല്ല. ചെറിയ ലാഗ് ഫീൽ ചെയ്യേണ്ടത് മാത്രം, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ 85 കാലഘട്ടം ഈ പടത്തിന് ലൊക്കേഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വീണ്ടും പടത്തിൽ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്ത് എൻ്റെ മോനെ അല്ല ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നവിച്ചെന്ന് പറഞ്ഞു. പിന്നെ പാട്ടുകൾ BGM. പിന്നെ മമ്മൂക്ക എന്നൊരു വ്യക്തി 1985 ആൾക്കുള്ള ഫാൻ ബേസ് കാര്യങ്ങൾ അതായിട്ടുള്ള സ്ഥിരം പണ്ട് നമുക്കറിയാം ലെറ്ററൊക്കെയാണ് എഴുതുക, നാനയിലൊക്കെ വായിക്കും, സ്ഥിരം റിപ്ലൈ കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതായിട്ട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. അത് റിയൽ നടന്നുള്ള കാര്യമാണെന്നും പറയുന്നത്, അതൊരു ഇൻസ്പിറേഷനാണെന്നും കൂടി ഇതൊരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു. അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പടം, നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. അസീഫിക്ക വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്, പിന്നെ പൊളിയാണ്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ പേര് എല്ലാവർക്കും കൊടുത്ത റോളോട് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
കുറച്ച് ലാഗ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് ഈ പടം 100% എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കുറേ കാര്യങ്ങൾ ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അതിൽ കുറേ സ്പോയിലർ കണ്ടന്റ് ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ധൈര്യമായിട്ട് പോയി കാണുക. ജോഫിൻ ചേട്ടൻ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നല്ല പടങ്ങൾ ഇനിയും വരട്ടെ. 2025 നമുക്ക് നല്ല തുടക്കമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പടത്തിൽ കുറേ സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പൊളിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കാത്ത കുറേ ആളുകളൊക്കെ ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട്. കാണുക, എൻജോയ് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.